ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോ, ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക എന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം. ട്രാവൽ വിത്ത് സുനു തൻ്റെ യാത്രയുടെ ഇടയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അറിയുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ തവണയും എത്തുന്നത്. അത് ചിലപ്പോൾ മരുന്നുകളെക്കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ പുനർജന്മത്തെക്കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ പ്രായമായ ആളുകളെക്കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഭിക്ഷാടനത്തെക്കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ കാണാതെ പോയ ആളുകളെക്കുറിച്ചാകാം. അങ്ങനെ നമ്മൾ യാത്രാമധ്യേ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എനിക്ക് മാത്രമല്ല നിങ്ങളുടെ ആണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉള്ളതാണ്. അല്ലെങ്കിൽ ചില ജീവിതങ്ങൾ, ആ ജീവിതങ്ങളുടെ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആവശ്യമാണ് എന്ന് തോന്നുന്ന സംഗതികളാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മിക്കവാറും ചില സമയത്തൊക്കെ ചില ആളുകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോഴേക്കും അവർക്ക് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെ വീണ്ടും വന്ന് നമ്മളുടെ ഈ കഥകൾ, ട്രാവൽ വിത്ത് സുനുവിൻ്റെ കഥകൾ കേട്ടിട്ട് മക്കൾ വീണ്ടും വന്ന് അവരെ വൃദ്ധസദനത്തിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ ചെന്നിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ അവർ തിരികെ കൊണ്ടുവരുന്നതും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലെ മക്കളെ ഉപേക്ഷിച്ചിട്ട് അവരനാഥരായിട്ട് റോഡ് വക്കിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലൂടെയും, പല അമ്പലങ്ങളുടെ നടകളിലും അല്ലെങ്കിൽ മൂകാംബികയിലും ഗുരുവായൂരും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ള മക്കളെയൊക്കെ തിരിച്ച്, അമ്മമാരെയൊക്കെ മക്കൾ വന്ന് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഞാൻ പറയാറുണ്ട്, അത് എടുത്തെടുത്ത് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോകൾ അത് നിങ്ങളുമായിട്ട് ഇടയ്ക്ക് ഞാൻ പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുകയും അതേക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അവരുമായിട്ട് ഒന്നിച്ച് ഇരുന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിനൊക്കെ അല്പം സമയം ആവശ്യമാണ്. കാരണം ഇത് ഞാനും ജോലിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇത് മാത്രമായിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒരു ഉപാധിയായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടെത്തുവാനും നമ്മൾ ധാരാളം പഠനങ്ങളും അല്ലെങ്കിൽ ധാരാളം തിരിച്ചറിവുകളും നേരറിവുകളും നമ്മൾക്ക് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുകയും ഇങ്ങനെ ഓരോരോ ജീവിതങ്ങളെ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളെ സ്വായത്തമാക്കുകയും അവ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ നമ്മൾ എത്തിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അതേക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ദയവായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. നമ്മൾ മുൻപ് ഈ പുനർജന്മത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പുനർജന്മത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ ധാരാളം കമൻറ്റുകൾ അതേക്കുറിച്ചിട്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ധാരാളം കമൻറ്റുകൾ വരികയുണ്ടായി. വളരെ ആധികാരികമായിട്ട് പുനർജന്മം സത്യമാണ്, വസ്തുനിഷ്ഠമായ സംഗതിയാണ്, അത് ഒരു സത്യം തന്നെയാണ്, 100% എന്ന് പറയുന്ന ധാരാളം ഉദാഹരണങ്ങൾ സഹിതം നമ്മൾക്ക് വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും പുനർജന്മത്തെക്കുറിച്ച് നമുക്ക് വളരെ ആധികാരികമായിട്ട് വളരെ ആധികാരികമായി 1-2 വിവരങ്ങൾ നമുക്ക് ലഭിച്ചപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നുള്ള കാര്യം. നമ്മളുടെ ആദരണീയനായ ശരീരനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ പുനർജന്മം എന്ന് പറഞ്ഞ സത്യം ഉള്ള സംഗതി തീർത്തും വസ്തുനിഷ്ഠമായ കാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത്, ഒരാൾ മരിച്ചു പോകുന്നു എന്നതിന് ശരിയായി പറഞ്ഞാൽ അയാൾ ഒരു വാതിൽ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു വാതിലിലേക്ക്, അല്ലെങ്കിൽ ഒരു മുറിയിലെ വാതിൽ തുറന്ന് മറ്റൊരു മുറിയിലേക്ക് കടക്കുന്നു എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. നമ്മൾ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയുന്നത്, വസ്ത്രം ഉപേക്ഷിച്ചിട്ട് ദേഹി, നമ്മൾ ഒരു വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ അത്രമാത്രമാണ് നമ്മളുടെ ഈ ദേഹം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോഴെങ്ങനെയാണ് അത് ശരിയാകുന്നത്? ഈ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമായിട്ട് പല ജന്മങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന വളരെ പുണ്യകരമായിട്ടുള്ളൊരു ഒരു ഇതായിട്ടാണല്ലോ മനുഷ്യജന്മം എന്ന് കരുതുന്നത്. ആ മനുഷ്യജന്മം 2 തവണ ലഭ്യമാണോ എന്നുള്ള കാര്യം, 1 അല്ല 2 അല്ല 3 അല്ല 7 തവണയിൽ കൂടുതലായിട്ട് ഇങ്ങനെ കർമ്മബന്ധങ്ങൾ, കർമ്മപാശങ്ങളിലൊക്കെ നമ്മൾ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ പല ജന്മങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് ഈ കർമ്മബന്ധത്തിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. ആ മുക്തി ലഭിച്ച് നമ്മൾ പരമാത്മാവിനോട്
നമ്മുടെ ആ സർവത്തിനും എന്താ പറയുക ഒന്നായിട്ടുള്ള ആ പ്രപഞ്ച ജ്യോതിയിലേക്ക് നമ്മൾ വിലയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എല്ലാം അവസാനിച്ച് നമ്മൾ അതുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള ആ ലെവലിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജ്ഞാനപ്പാനയിൽ പറയുന്നത് പോലെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും പശുവായിട്ടും പക്ഷിയായിട്ടും പുഴുവായിട്ടൊക്കെ നമ്മൾ ജനിക്കാറുണ്ട്. അതിനുശേഷമാണ് നമ്മൾക്ക് നായായും നരിയായും ഒക്കെ ജനിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മനുഷ്യജന്മത്തിലേക്ക് വരുന്നത്. ആ മനുഷ്യജന്മം തന്നെ നമുക്ക് പലതവണ നമ്മൾക്ക് വന്നു പോകേണ്ട അവസ്ഥാന്തരങ്ങൾ ചില ജന്മങ്ങളിൽ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പുനർജന്മവുമായിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് റീസെൻ്റ്ലി തന്നെ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഒരാൾ എന്നെ കണ്ടിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ നേരത്തെ ജനിച്ച് മരിച്ചയാളാണ്. എൻ്റെ പേര് രാമൻ ഭട്ടതിരി എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഒരു മനയിൽ താന്ത്രിക വിദ്യയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ താന്ത്രിക വിദ്യ പ്രകാരം ചെയ്ത സംഗതിയൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ ചിലർ എന്നെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ അതിനുശേഷം എൻ്റെ ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയുവാനായിട്ട് ഞാൻ പോവുകയും അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്തപ്പോൾ രാമൻ ഭട്ടതിരി എന്ന് പറഞ്ഞ ആൾ ആ മനയിൽ ഒത്തിരി വർഷങ്ങളൊന്നുമായില്ല, ഒരു 40 വർഷം മുൻപ് അവിടെ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം അതിനെ അപായപ്പെടുത്തി കൊലപ്പെടുത്തുകയാണെന്നുള്ള തെളിവുകൾ സഹിതമുള്ള സംഗതികൾ ലഭ്യമാവുകയുണ്ടായി. അപ്പോൾ നമ്മൾ അത് തന്നെയുമല്ല, നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലും പിന്നെ കേരളത്തിലും കർണാടകയിലുമൊക്കെയായിട്ട് ധാരാളം കഥകൾ, ഇതുമായുള്ള ധാരാളം കഥകൾ എന്ന് പറഞ്ഞാൽ പോരാ, ധാരാളം സംഭവങ്ങൾ, അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായി സത്യമായിട്ടുള്ള ധാരാളം സംഗതികൾ ഇതുമായി നമുക്ക് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഒരു ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരു മാന്യദേഹം ഞാൻ ഒരു വളരെ ആധികാരികമായിട്ട് ഒരു വിവരം നമ്മളെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വിവരത്തിൽ നിന്ന് മാത്രം നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പുനർജന്മം എന്നുള്ളത് വളരെ സത്യമാണ് എന്നുള്ള കാര്യം. ഈ ശ്രീകാന്തിന് ഒരു അനന്തരവൻ ഉണ്ടായിരുന്നു. അനന്തരവൻ്റെ പേര് പാർത്ഥൻ എന്നായിരുന്നു. അപ്പോൾ ഈ പാർത്ത് എന്ന് പറഞ്ഞ അനന്തരവൻ ചെക്കന് കുഞ്ഞുകുട്ടിയാണ്. അവന് 5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവൻ പറഞ്ഞു, വീട്ടുകാരോട് പറയുകയാണ്, എൻ്റെ പേര് വിലോചനക്കുറിപ്പാണ്, എൻ്റെ പേര് വിലോചനക്കുറിപ്പെന്നാണ്, എൻ്റെ ഭാര്യയുടെ പേര് പത്മാവതി എന്നാണ്, എനിക്ക് 2 മക്കളുണ്ട്, സുജ സുധ എന്ന് പറഞ്ഞ 2 പെൺമക്കളാണ് എനിക്കുള്ളത്. ഞാൻ തെക്ക് താമസക്കാരനായിരുന്നു. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത്, വീട് പണി തകൃതിയായി നടക്കുന്ന സമയത്ത് ആ പണിക്കിടയിലായിട്ട് നമ്മുടെ ഈ ഓടും മറ്റും സംഗതികൾ, പഴയ വീടുകളൊക്കെ അങ്ങനെയാണല്ലോ, അപ്പോൾ എനിക്ക് സർപ്പദംശനമേൽക്കുകയും അങ്ങനെ സർപ്പദംശനമേറ്റ് ഞാൻ മരണപ്പെടുകയുമാണ് ഉണ്ടായത് എന്ന് ഈ 5 വയസ്സുള്ള പാർത്ഥ് എന്ന് പറഞ്ഞ ഈ കുട്ടി പറയുകയാണുള്ളത്. നമുക്ക് 5 വയസ്സുള്ള പാർത്ഥ് എന്ന് പറഞ്ഞ കുട്ടിക്ക് നമുക്കറിയാം ഈ വിലോചനക്കുറിപ്പ് എന്നുള്ള പേര് ഒന്നാമത്തെ കാര്യം, അതൊരു പ്രത്യേകതരം പേരാണ്. അപ്പോൾ ഈ പാർത്ഥിൻ്റെ, ശ്രീകാന്ത് പറഞ്ഞ പ്രകാരം, ആ പാർത്ഥിൻ്റെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലോ ആ ഗ്രാമത്തിലോ അടുത്ത ഗ്രാമത്തിലോ ആ താലൂക്കിൽ പോലും ഒരാൾക്ക് പോലും വിലോചനക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു പേരില്ല. അപ്പോൾ ഈ 5 വയസ്സുള്ള ചെറിയ കുട്ടിക്ക് വിലോചനക്കുറിപ്പ് എന്നുള്ള പേര്, അങ്ങനെ ഒരു പേരുണ്ടെന്ന് ഗ്രഹിച്ച് ഗ്രാസ്പ് ചെയ്ത് എടുക്കാനുള്ള പവറൊന്നുമില്ല, അത്രയ്ക്കുള്ള പ്രായവും ആ കുട്ടിക്കായിട്ടില്ല. ആ കുട്ടിയുടെ പത്മാവതിയമ്മ എന്നുള്ള പേര്, പത്മാവതിയാണ് എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്, ഞാൻ തെക്കനാണ്, എനിക്ക് ഇന്ന പോലെ സംഗതികളാണ് സംഭവിച്ചത്, സർപ്പദംശനമേറ്റ് ഞാൻ വീട് പണി നടക്കുന്ന സമയത്താണ് ഞാൻ മരണപ്പെട്ടു പോയത്. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും വെറുതെ തിരക്കൻ രാഹുൽ വെറുതെ ഇരുന്നിട്ട് എന്തോ സ്വപ്നം കണ്ട പോലെ കാര്യങ്ങൾ പറയുകയെന്ന് ഓർത്ത് എല്ലാവരും അത് വലിയ കാര്യം എടുക്കാനായിട്ട് അങ്ങനെ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പക്ഷേ ഒരു വർഷത്തിന് ശേഷം ഒരു പത്രത്തിൽ, ഒരു സൺഡേ സപ്ലിമെൻറ്റിനകത്ത് ഒരു വാർത്ത വരികയുണ്ടായി. എന്ത് വാർത്തയാണ്? ചരമക്കോളത്തിൽ, നമ്മൾ ഈ മനോരമയിലൊക്കെ ചരമക്കോളം അല്ലാതെ തന്നെ നമ്മളിങ്ങനെ ആദരാഞ്ജലികൾ അല്ലെങ്കിൽ ഈ 1ാം ചരമവാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പോൾ അതിൽ വന്നിരുന്നു, അത് തെക്കുന്നുള്ള തന്നെയുള്ള ഒരു വാർത്തയായിട്ടാണ് വന്നിരുന്നത്. പരേതനായിട്ടുള്ള വിലോചനക്കുറിപ്പിൻ്റെ ഭാര്യ പത്മാവതിയമ്മ നിര്യാതയായി എന്ന് സംതപ്ത മക്കൾ സുജ സുധ എന്ന് പറഞ്ഞ കാര്യം. അത് ഈ 5 വയസ്സുള്ള കൊച്ചു പറഞ്ഞ സംഗതികൾ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് വളരെ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇത് റീസെൻ്റ്ലി ഇപ്പം ഇത് ഇവരൊക്കെ ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ആ സംഗതിയിൽ 5 വയസ്സായ ഒരു കുട്ടി, പ്രായമുള്ളയാൾ, ഇപ്പം ഭാനുമതിയമ്മയുടെ കഥ ഞാൻ പറഞ്ഞപ്പോഴേക്ക് ഭാനുമതിയമ്മയ്ക്ക് പ്രായമായി 10-70 വയസ്സായിരുന്നെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ 5 വയസ്സായ ഒരു കുട്ടി പറയുകയാണ്, എൻ്റെ പേര് വിലോചനക്കുറിപ്പെന്നാണ്, എൻ്റെ ഭാര്യ പത്മാവതിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, സുജാ സുധ എന്നാണ് മക്കളുടെ പേര്, ഞാൻ സർപ്പദംശനമേറ്റ് വീടുപടി നടക്കുന്ന സമയത്താണ് മരിച്ചത് എന്ന് പറയുമ്പോൾ, അപ്പോൾ
അപ്പോൾ അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ്, ഈ പറഞ്ഞതിന് 1 വർഷത്തിന് ശേഷമാണ് ഈ പത്മാവതി അമ്മ മരണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ ആധികാരികമായിട്ട്, വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ജനനം, ഈ പുനർജന്മം അല്ലെങ്കിൽ വീണ്ടുമുള്ള ഈ ജനനം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം. ഇതിന് ഈ ഒരു ഉദാഹരണം മാത്രമല്ല, ധാരാളം ഉദാഹരണങ്ങൾ എനിക്കിതിൻ്റെ വളരെയേറെ ആധികാരികമായിട്ട് അടിവരയിട്ട് അക്കമിട്ട് പറയുവാനായിട്ട് സാധിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച സംഗതികൾ തന്നെ. അപ്പോൾ വീണ്ടും ഞാൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞ ആ വാക്കുകൾ അടിവരയിട്ട് പറയുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ അത് ഒരു വാതിലിൽ നിന്ന് മറ്റൊരു വാതിലേക്ക് കടക്കുന്ന ജസ്റ്റ് ഒരു പാസേജ്, ഒരു വേ ഓഫ് പാത്ത് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചിട്ട് അവിടെ നമ്മൾ തീർത്ത് പോവുകയല്ല. ഞാൻ പറയുകയാണ്, എൻ്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീയെ എനിക്ക് ജന്മജന്മാന്തരങ്ങളായി കഴിഞ്ഞ 2 ജന്മങ്ങളായിട്ട് എനിക്ക് അവരെ അറിയാം, അവരുടെ പേരറിയാം, അവർ ജനിച്ച സ്ഥലം അറിയാം, അവരേത് തരക്കാരിയായിരുന്നറിയാം, അവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആധികാരികമായിട്ട് പറയുകയാണെന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആധികാരികമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ അന്വേഷിക്കുകയും പോവുകയും കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് അത് കളവാകുന്നത്? അപ്പോൾ എങ്ങനെയാണ് പുനർജന്മം എന്ന് പറഞ്ഞ ആ വസ്തുത നമുക്ക് ഒരു വെറും കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നത്? അതുകൊണ്ട് ഒരിക്കലും ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇനിയുള്ള എപ്പിസോഡുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നേരിൻ്റെ പല കാര്യങ്ങളും നമ്മൾ വളരെ ആധികാരികമായിട്ട് എവിഡൻസോട് കൂടിയിട്ട് എല്ലാ സംഗതികളും വെച്ച് പറയുന്നത് പോലെ തീർച്ചയായിട്ടും വീണ്ടും അതേക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ വിവരം, ഇത്രയും കമൻറ്റുകൾ, 10,000-ലധികം കമൻറ്റുകൾ വന്നിരുന്നു. ആ കമൻറ്റുകളിൽ നിന്ന് എനിക്ക് ഇത് വീണ്ടും അതുകൊണ്ട് പറയണമെന്ന് തോന്നി. പല ആൾക്കാരും വളരെ ക്യൂരിയസ് ആയിട്ട് അതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നിങ്ങൾ അതുകൊണ്ട് വീണ്ടും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതുതന്നെയല്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ ട്രാവൽ വിത്ത് സുനുവുമായിട്ട് ആ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാൻ വൈകരുത്, മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി, നേരിൻ്റെ മറ്റൊരു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.